ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണം നമ്മളെ പാപ്പു കുളിക്കുന്നതാണ്. പാപ്പുവിന് രാവിലെ ഉറക്കഴിക്കുമ്പോൾ നമ്മൾ പറയണേ കുളിക്കണേ പാപ്പു എന്ന്, വെള്ളം ചൂടാക്കുകയാണ്, ഇന്ന് കുളിക്കണേ, ഉച്ചയാകുമ്പം കുളിക്കാമെന്ന് പറഞ്ഞു. ഉടനെ അപ്പോഴും മുതലേ ദേഷ്യം തുടങ്ങിയതാണ്. പാപ്പുവിന് കുളിക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ മടിയുണ്ട്. ചില സമയം കുഴപ്പമില്ല, ചില സമയം ഇഷ്ടമില്ല തന്നെ. പിന്നെ കുളിപ്പിച്ചല്ലേ പറ്റും. ദേഹമൊക്കെ ഒരുമാതിരി ഇരിക്കും, സ്മെല്ലൊക്കെ വന്ന് തുടങ്ങും. എന്നാൽ 4 ദിവസമായി. നമ്മൾ ഒന്നരാടം വെച്ചൊക്കെ അവർക്ക് മേലെ ഡെയിലി തുടച്ച് കൊടുക്കും. ഒന്നരാടമൊക്കെ വെച്ചെങ്കിലും മേലെ കണ്ടിപ്പോൾ അല്ലാതെ തുടച്ചൊക്കെ കൊടുക്കും. എന്നാലും കുളിക്കും പോലെ പറ്റൂലല്ലോ, അതുകൊണ്ട് കുളിപ്പിച്ചേ പറ്റൂ. പിന്നെ ചൂടുവെള്ളം കനത്തിയാണ് കുളിപ്പിക്കുന്നത്. ചൂടുവെള്ളം കനത്തി കുളിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് കഫമൊക്കെ വരും. ന്യൂമോണിയൊക്കെ വന്നതാണ്. അതുകൊണ്ട് പിന്നെ മൊത്തത്തിൽ കഫമുള്ള ശരീരമാണ്. അവർ എപ്പോഴും കാറി തുപ്പി നടക്കുന്ന ആളാണ്. അതുകൊണ്ട് അവർക്ക് കഫമുള്ളത് കൊണ്ട് എന്തായാലും ചൂടാക്കി തന്നെ കുളിപ്പിക്കും. പിന്നെ അങ്ങനെ കുളിപ്പിക്കുകയാണ്. കുളിക്കണം എന്ന് പറയുമ്പോൾ നല്ല ദേഷ്യമൊക്കെ ആണ്. പിന്നെ ഇന്ന് രാവിലെ മുതൽ ഷുഗർ കുറവ്, അതുകൊണ്ട് ഷുഗറിന് ഇനി നല്ല ഇനിപ്പൊക്കെ കൊടുത്തു നോക്കി, ഇനിപ്പെല്ലാം കലക്കി കൊടുത്തു നോക്കി, എന്നാലും അത് ഷുഗർ കൂടുന്നില്ല. അപ്പോൾ നഴ്സിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉച്ചവരെ നോക്കാം നമുക്ക്, അത് കഴിഞ്ഞ് അതിന് ശേഷം എന്തിനാണോ അപ്പോൾ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതിന് ശേഷം വരാമെന്ന് പറഞ്ഞു. പിന്നെ അതിപ്പം ഷുഗറിന് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇനിപ്പൊക്കെ കലക്കി കൊടുത്താൽ അതൊക്കെ ഈ മേലിൽ കൂടെ തൂവി, അതുകൊണ്ടാണ് ഇനി കൊണ്ട് കിടത്തണമെങ്കിൽ എറമ്പൊക്കെ വരുമല്ലേ, എറമ്പ് കടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഒന്നതും മെയിനാണ് കുളിപ്പിക്കുക. അവർക്ക് ഇഷ്ടമില്ലെങ്കിലും കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവർക്ക് പോയി കുളിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവരെ എന്തായാലും നമ്മൾ കുളിപ്പിച്ചാലേ പറ്റൂ. അങ്ങനെ എറമ്പൊക്കെ പറയാൻ അറിഞ്ഞൂടല്ലേ, എറമ്പ് കടിച്ചെന്നാൽ ഒന്നും പറയാൻ അറിയില്ലല്ലോ. അങ്ങനെ കുളിച്ച് കുട്ടപ്പനായിട്ട് അങ്ങനെ ആശാനെ കൊണ്ട് ഇരുത്തുകയാണ്. പിന്നെ ഷുഗറിന് അവർ വരാമെന്ന് പറഞ്ഞ് വിളിച്ച് ഇപ്പോഴും വിളിച്ച് അവർ വിളിച്ച് ചോദിക്കുകയൊക്കെ മരണം എന്തായെന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി, എന്തായാലും കുറയണില്ല. പിന്നെ നമ്മൾ ഈ ക്രീമൊക്കെ തേക്കുന്നത് ഇത് ദേഹത്തിൽ ചൊറിച്ചിലൊക്കെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയും ദേഹത്തിൽ സ്കിന്നൊക്കെ പൊരിഞ്ഞ് ഇളവും. അപ്പം അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ക്രീമൊക്കെ തേക്കുന്നത്. ക്രീം തേച്ചില്ലെങ്കിൽ അതൊക്കെ വരും. പിന്നെ ആ സ്മെല്ലൊക്കെ ഉണ്ടാകും, വിസർക്കും, ശരീരമൊക്കെ വിസർക്കണമുണ്ട്, വിസർത്ത സ്മെല്ലൊക്കെ വരണമുണ്ട്. നമ്മൾ കുളിപ്പിക്കുമ്പോൾ അടുത്ത് കുളിപ്പിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മണമൊക്കെ ഉണ്ടാവുമല്ലോ, കിടക്കണ ആളല്ലേ. അങ്ങനെ പിന്നെ വാസ്ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. കുളിച്ചതിന് ശേഷം പിന്നെ ഹാപ്പി തന്നെ, പിന്നെ കുഴപ്പമില്ല. ഈ എടുത്തുകൊണ്ട് പോകുമ്പോഴും വരുമ്പോഴുള്ള ദേഷ്യവും, അടുത്ത് ഈ എഴുപ്പിച്ചിരുത്തുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല. അടുത്ത ശരീരമൊന്നും നോവില്ലല്ലോ, അങ്ങനെയാണെന്ന് തോന്നി. എഴുപ്പിച്ചിരുത്തുമ്പോൾ ഒക്കെ ശരീരം നോവണത് കൊണ്ടാണ് ഈ ദേഷ്യമൊക്കെ ഇങ്ങനെ അവർ കാണിക്കുന്നത്. അല്ലാതെ ഇരുത്തിയതിന് ശേഷം കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. കഥ പറഞ്ഞ് ഇരുന്നോളും, എന്തെങ്കിലും പറഞ്ഞ് ഇരിക്കും. പിന്നെ ഈ സെൻറ്ററിൽ കൂടെയൊക്കെ ഇങ്ങനെ കെട്ടണത്, ഇങ്ങനെ കയറിട്ട് ഷാളൊക്കെ ഇട്ട് കെട്ടണത് അവർക്ക് അവർ ഫ്രണ്ടിലോട്ട് വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇരുത്തിനടുത്ത് തന്നെ ഇരിക്കും, അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോണത് പറഞ്ഞൂടെ, ബാക്കിലോട്ട് പോണത് അങ്ങ് തെന്നി അങ്ങ് വീഴുന്നു പോകും. അവർക്ക് തെന്നി വന്നാൽ അങ്ങ് ചവിട്ടി നിൽക്കാനൊന്നും അറിയത്തില്ല, അതുകൊണ്ട് അങ്ങ് വീഴുന്നു പോകും. അതുകൊണ്ടാണ് ഈ കെട്ടി വയ്ക്കുന്നത്. അത് എപ്പോഴും എപ്പോൾ എഴുപ്പിച്ചെടുത്താലും കെട്ടിയില്ലെങ്കിൽ അടുത്ത് നമുക്ക് പ്രശ്നം തന്നെ. പിന്നെ നേഴ്സ് എന്നെ വിളിച്ച് അവർ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് വേണ്ടി അടുത്ത് വെയിറ്റിംഗ് ആണ്. നേഴ്സ് ഇനിയിപ്പോൾ വരും. അത് നേഴ്സ് വന്ന് ഈ നേഴ്സിൻ്റെ കയ്യിലാണ് പാപ്പു കടിച്ചത്.
മരിച്ചിനി തൊണ്ടയിൽ കയറി എന്ന് പറഞ്ഞ് കൈയിട്ടെന്ന് പറഞ്ഞപ്പോൾ പാപ്പു കടിച്ചില്ലേ, അത് ഈ നഴ്സിൻ്റെ തൊണ്ടയിൽ, ഈ നഴ്സാണ് തൊണ്ടയിൽ കൈയിട്ട് എടുത്തത്. നല്ല കടിച്ചു കൊടുത്തു പാവ. അങ്ങനെ ഷുഗർ ആദ്യം നോക്കി. അപ്പോൾ ഷുഗർ നോക്കിയപ്പം ഷുഗർ കുറവാണ്. അതുകൊണ്ട് ഇഞ്ചക്ഷൻ വയ്ക്കണം. ഇഞ്ചക്ഷൻ വെച്ചാൽ പിന്നെ പേടിക്കണ്ട, അവർക്ക് ഷുഗർ നോർമലായിക്കൊള്ളും. അവർ ചോദിക്കണേ എന്നെ കടിച്ചത് ഓർമ്മ ഉണ്ടെന്നൊക്കെ ചോദിക്കണം. അന്ന് ചിരിച്ച് പിന്നെ അങ്ങനെ അവർ പറയാണ് പൈസയൊക്കെ തരാമെന്നൊക്കെ പറയാണ്. നമ്മുടെ മഴയൊക്കെ ആയിരുന്നു, ഇവിടെ ഭയങ്കര മഴയായിരുന്നു. നമ്മുടെ ചെടിയൊക്കെ കൃഷിയൊക്കെ കുറച്ചൊക്കെ നഷ്ടമെന്ന് പറഞ്ഞാൽ ചാഞ്ഞ് അത് ഒടിഞ്ഞതെന്നാണ് തോന്നുന്നത്. നൂത്ത് നിർത്തിയിട്ടും അത് നിൽക്കണില്ല. അപ്പം എങ്ങനെയൊക്കെ കമ്പൊക്കെ എടുത്ത് വെച്ച് നൂത്ത് നിർത്തി. നേരത്തെ 1-2 കാ കിട്ടിയതാണ്. ഇപ്പോൾ ഇതിൽ 3 നിൽപ്പുണ്ട്. അപ്പം വെയിറ്റ് കൊണ്ടാണ്, മഴയുടെ വെയിറ്റ് കൊണ്ടാണ് അതൊക്കെ ഒടിഞ്ഞത്. ഇനിയും കാകൾ നിൽക്കുന്ന ചെടികളുണ്ട്. പിന്നെ അതിനെ നോക്കാനേ ടൈമില്ല. പിന്നെ എങ്ങനെയൊക്കെ കാണാൻ ഇങ്ങനെയൊക്കെ പോയി അതിനെ ശരിയാക്കിയൊക്കെ വയ്ക്കും, നൂത്ത് പറക്കി വയ്ക്കും. ഇനി അത്ര തന്നെ, അത് വിഴുന്നത് അത്ര തന്നെ, എത്ര തന്നെ നൂത്ത് വെച്ചാലും അത് ഇരിക്കില്ല. ഇത് വഴുതലങ്ങയാണ്, കറുത്ത നീല കളർ വഴുതലങ്ങയാണ്. അതിൽ ഇനിയും 3-4 നിൽപ്പുണ്ട്. മൂന്ന് 4 ദിവസത്തെ തുടരെ മഴയുണ്ട്. നമ്മുടെ തുടർന്ന് പെയ്തും മഴയും പെയ്യൊക്കെ ആയിരുന്നില്ലേ, അതുകൊണ്ടൊക്കെയാണ് തൂറ്റി നിന്നതെടുത്ത് അങ്ങ് പോകാനൊന്നും പറ്റില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് അതിനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത്. നമ്മളെ കരിവേപ്പിലയൊക്കെ നല്ല മഴയത്ത് തഴിച്ച് വളർന്ന് നിൽപ്പുണ്ട്. ശംഖുപുഷ്പമൊക്കെ നല്ല വളർന്ന് നിൽപ്പുണ്ട്, നല്ല തഴച്ച് വളർന്ന്. അതിന് വെള്ളമൊന്നും വീഴ്ത്തണ്ട. വെള്ളം വീഴ്ത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. വെയിലായാലും അത് നല്ല സൂപ്പറാണ് വന്നോളും. ആരും അതിനെ ഒന്നും വേണ്ട. നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡിലാണ് ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ ബാക്ക് സൈഡ് ഇതാണ്, അവിടുത്തെ ബാക്ക് സൈഡിലുള്ള അടുക്കളയും. ഇത് പാളരിപ്പയറെന്ന് പറയും, നീളമുള്ള. കുറേ പൂ വന്നിട്ടുണ്ട്. മഴയായപ്പോൾ നല്ല ഫ്രഷായി. അടുത്തത് നമ്മുടെ വീട്ടിലുള്ള അത്തിപ്പഴമാണ്. ഓൺലൈനിൽ നമ്മൾ വാങ്ങിച്ചതാണ് ആദ്യ തൈ, അതിൻ്റെ പഴമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. ഇവർ നോക്കി എപ്പോഴും പിള്ളേർ നോക്കി പറിക്കാം അതിനെ അടുത്തെടുക്കാം, സമയമായി എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ്. ഇനി നിറയെ നിൽപ്പുണ്ട്, കായകൾ ഇനി നിറയെ നിൽപ്പുണ്ട്. ഇത് വളർന്ന് വന്നാലും പഴുക്കാൻ കുറച്ച് നാളെടുക്കും. പഴുത്താൽ നല്ല ടേസ്റ്റാണ്. ഒന്നിനെടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ്. എല്ലാവർക്കും പിച്ച് ഒരു ഫ്രൂട്ടിനെ എടുത്ത് എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ്. ഇത് നമ്മുടെ ചോളമാണ്, നമ്മളെ വീട്ടിലുള്ള ചോളം. നല്ല സ്വീറ്റാണ്, അതിനെ നമ്മൾ അവിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ ഉണ്ട്, 1-2 അപ്പുറത്തും കൊടുത്തിട്ട് ബാക്കിയൊക്കെ നമ്മളാണ് കഴിച്ചത്. വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ അവിച്ച് നമുക്ക്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഈ പാപ്പുവിൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മുടെ വീഡിയോയുടെ കീഴെ കമൻറ്റുകളായിട്ട് പറയണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.